കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി സുഹൃത്തുക്കളുടെ പരാക്രമം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നുന്നില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എന്തായിരുന്നു ഇവർക്ക് പോലീസ് വാഹനത്തിന് നേരെ ഇങ്ങനെ ഒരു അക്രമമൊക്കെ കാണിക്കാനുള്ള പ്രകോപനം? സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് എന്നോട് പറഞ്ഞില്ലേ, ഒന്ന് വ്യക്തമാക്കി തരൂ. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രവീൺ അവിടെ നിന്ന ആളുകൾക്ക് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കില്ല. നേരത്തെ കുത്തും ഞാൻ. പ്രവീൺ അവിടെ നിന്ന ആളുകൾക്ക് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട് ഭയന്ന ആളുകൾ പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്ത് പോലീസ് എത്തിയതോടെ ആക്രമണം പോലീസിന് നേരെയായി. പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ല. ഇരുവരും മദ്യലഹരിയിലും മയക്കുമരുന്നിന്റെ ലഹരിയിലുമൊക്കെയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന്റെ ലഹരിക്കും അടിമകളാണ്. ഈ നഗരത്തിൽ ഇപ്പോൾ രാത്രിയോ പകലോ എന്നില്ലാതെ ഇത്തരത്തിൽ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇതാണ് ന്യൂ ജനറേഷൻ. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ആ ദൃശ്യങ്ങൾ കാണാം. വളരെ അസഭ്യ വർഷമാണ് പോലീസിന് നേരെയും കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർക്ക് നേരെയും ഈ റെസ്ലിംഗ് ചൊരിഞ്ഞത്. അതിനുശേഷം കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇയാളെ കൊണ്ട് പോലീസിലായിരുന്നു. എന്തൊരു പൊളിച്ചതറിയാടോ. നമ്പീശ എന്റെ കൈ ധരിക്കണം. അവളെ കരണക്കുറ്റിട്ട് ഒരു 4 പൊട്ടിച്ചാലാ. വേണ്ട, പഴയ കാലമല്ല, വകുപ്പ് മാറും. പൊളിച്ച 4 വർത്താനം പറയാം കഴിയും. എന്തായാലും ഇരുവരെയും പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാലാരിവട്ടം സ്റ്റേഷനിലാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.